ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇറച്ചിക്കറി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇറച്ചിക്കറി. അതിനായി ഞാനിവിടെ വെളുത്തുള്ളി ഒരു 5-6 എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് കീറിയിട്ടത്, സവാള ഒന്നരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി. 1 കിലോ ഇറച്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വേവിച്ചെടുത്തതാണ് ഇത്. ഞാൻ വെള്ളം ചേർക്കാതെയാണ് കുക്കറിൽ അടിച്ചെടുത്തിരിക്കുന്നത്. 8 വിസിലാണ് ഞാൻ ഈ ബീഫിന് വേണ്ടി എടുത്തിരിക്കുന്നത്. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല, അഥവാ ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞിട്ടാലും മതി, ഞാനിവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. പച്ചമുളക് കീറിയിടുക. അത് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് മുളക് പൊടി ചേർക്കേണ്ടത്. കാരണം പച്ചമുളകും കുരുമുളക് പൊടിയും നമ്മൾ ഈ ഇറച്ചിക്കറിയിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തക്കാളി ഇടുന്നവരുണ്ട്, പക്ഷെ തക്കാളി ഇട്ടാൽ പെട്ടെന്ന് ഇറച്ചിക്കറി കേടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ തക്കാളി ഇടുന്നില്ല. ഇനി ഇതിലേക്ക് ഗരം മസാല 2 ടീസ്പൂൺ ഇടുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മുടെ ഇറച്ചിക്കറി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടി എന്തായാലും ഇറച്ചിക്കറിയിൽ ചേർക്കണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം. 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് നമുക്ക് നോക്കി ഇടാവുന്നതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.